ഓക്കെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാവരും ഹാപ്പിയാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കയറാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒത്തിരി പേരായിട്ടില്ല. ഒരുമായിരിക്കും അല്ലേ? 1-2 പേര് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ഓക്കെ. ബാക്കിയുള്ളവര് സാവധാനം കയറുക. അത്ര കണ്ട് പ്രാധാന്യം ഇല്ലല്ലോ. അവരുടെ സൗകര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും കയറണത്. കയറും. നമുക്ക് തുടങ്ങാം. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. നമ്മുടെ പുതിയ ആൾക്കാരുണ്ടല്ലോ അല്ലേ? എനിക്ക് പുതിയ ആൾക്കാര് എത്തിയിട്ടില്ല കേട്ടാ. അനൂപ് പിന്നെ അവര് ലീവൊന്നും പറഞ്ഞിട്ടില്ല. അവര് കയറുമായിരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഞാനിന്ന് അവരെയാണ് ഒന്നുകൂടെ പരിഗണിക്കാൻ ഉദ്ദേശിച്ചത്, പുതിയ ആളുകളെ. എങ്കിൽ 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ഒത്തിരി സമയം 50 ആയി. അതെ അതെ അതെ, നമുക്ക് ഒത്തിരി സമയം കളയാനില്ല. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ നിർത്തി. ശമൂവേലിന്റെ പുസ്തകത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു, അവിടെ നിർത്തുകയാണ് ചെയ്തത്. അപ്പോ രൂത്തിന്റെ പുസ്തകത്തിലെ വലിയ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തിയിരുന്നു. അതിലൊന്ന് എന്താ പറയാ, ആർക്കെങ്കിലും പറയാമോ വിശദീകരിച്ച സംഭവങ്ങളെ കുറിച്ച്? ദൈവം നൽകുന്ന നന്മകളും മറ്റുള്ളവർക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ. അടുത്തത് വേറെ ആരെങ്കിലും പറയാതിരിക്കാം. അതെ, രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്, മനസ്സിലാക്കിയ കാര്യം, ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിലെ പ്രസക്തമായ നിയമങ്ങൾ, നിബന്ധനകൾ, അത് എങ്ങനെയാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ നിവർത്തിക്കപ്പെട്ടതായിട്ട് കണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത്. അതിൽ മറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രസംഗ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ അതിൽ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവിക നിയമങ്ങൾ, ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ആ നിയമം എങ്ങനെയാണ് അവർ പ്രാവർത്തികമാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ. അതിലൊന്ന് ദേവര വിവാഹം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. 2 എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത കൃഷി ചെയ്യുന്ന സമയത്ത്, അതിന്റെ വിളവെടുക്കുന്ന സമയത്ത് അവരൊരിക്കലും അതിന്റെ അതിര് ചേർത്ത് കൊയ്യാൻ പാടില്ല. 2ാമത്തെ കാര്യം, അവിടെ കൊഴിഞ്ഞു കിടക്കുന്ന ഫലം അവർ പെറുക്കിയെടുക്കാൻ പാടില്ല. അത് ദരിദ്രർക്കും പരദേശികൾക്കും വേണ്ടി വിട്ടുകൊടുക്കണം എന്നുള്ളൊരു നിയമം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി. ഇത് 2ഉം രൂത്തിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അവരെ ശരിക്കും അത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവന്നു. അത് അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അത് ആ ഇസ്രായേൽ ജനതയുടെ ഒരു നിലനിൽപ്പിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് കണ്ടു. അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് അറിയാം. പക്ഷെ എല്ലാവർക്കും ക്ലിയർ അല്ല, അതും എനിക്കറിയാം. പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ബൈബിൾ സർവേ എന്ന് പറയുന്നത് ഒരു നിസ്സാര സബ്ജക്റ്റ് അല്ല. അത് കുറച്ച് ടഫാണ്. അതിൽ തന്നെ ടഫായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും ഞാൻ പോയിട്ടില്ല. ഒരു നിലവാരം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തിരി സ്പീഡുണ്ട് എന്ന് എനിക്ക് അറിയാം. പക്ഷെ എങ്കിൽ പോലും നമ്മളത് നോട്ട് ഇപ്പൊ എല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. PDF ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അത് ഞാനിപ്പോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചൊരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത്, അതിൽ ആദ്യത്തെ ഭാഗത്ത് കിടക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് കിടക്കുന്നുണ്ടാവുക. 2ാമത്തെ ഭാഗമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആയിട്ട് അതിനകത്ത് കിടക്കുന്നത്. അതിൽ തന്നെ പഞ്ചഗ്രന്ഥങ്ങളിൽ ഉള്ള 5 ഗ്രന്ഥങ്ങളും, പിന്നെ അതുപോലെ ഹിസ്റ്റോറിക്കൽ ബുക്കിലെ ആദ്യത്തെ ഒരു ബുക്ക് അതിനകത്ത് കാണില്ല. അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരാം. ഇന്ന് നമ്മുടെ ക്ലാസ് തുടർന്നു പോകുന്നതിനുള്ള എല്ലാ ബുക്കുകളും അതിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകൾ, ഇതുമായിട്ട് നമ്മുടെ ക്ലാസ്സുമായിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സാവകാശമായിട്ട് നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതും കൂടെ നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണ് ചോദിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകളോ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ചോദിക്കുക.
ഞാൻ ഗ്രൂപ്പ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് പരിശോധിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ആക്റ്റീവ് ആക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ബൈബിൾ സംബന്ധമായിട്ടുള്ള ഏത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. വലിയ പണ്ഡിതന്മാരായിട്ടല്ല, ഞങ്ങളുടെ അറിവ് വെച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ മടിക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലയേറിയതാണ്. ഓക്കെ, അപ്പോ രൂത്തിന്റെ പുസ്തകം വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഞാനൊന്ന് പറയാം. അതിനകത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അതിലൊന്ന് ഏലി പുരോഹിതനാണ്. ഏലി പുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ നോട്ട് നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏലി പുരോഹിതനാണ് അതിൽ പ്രധാന ഒരു വിഷയമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീകമായിട്ടുള്ള നിലവാരത്തിൽ ഏറ്റവും അധംപതിച്ച ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ആത്മീക നിലവാരം വളരെ അധംപതിച്ച ഒരു കാലഘട്ടമായിരുന്നു ഏലി പുരോഹിതന്റെ കാലഘട്ടം എന്നുള്ളത്. അത് നമുക്ക് നമ്മുടെ പ്രസംഗവേദികളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്, പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ശമൂവേലിന്റെ ജനനത്തോടുകൂടെ അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ള ആത്മീക പാപ്പരത്വം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഏലി പുരോഹിതൻ പുരോഹിതനായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ന്യായാധിപതി ന്യായാധിപനും കൂടി ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 14 ന്യായാധിപന്മാരെ കുറിച്ച് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ 2 ന്യായാധിപന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശമൂവേലിന്റെ പുസ്തകത്തിലാണ്. ബാക്കി 14 ന്യായാധിപന്മാരെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി 2 ന്യായാധിപന്മാരെ, അഥവാ 16 ന്യായാധിപന്മാരാണ് ഇസ്രായേലിനെ ടോട്ടലി ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ന്യായാധിപന്മാരായിട്ട് ഇരുന്നത്. അതിൽ 2 ന്യായാധിപന്മാരെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കില്ല. അത് ശമൂവേലിന്റെ പുസ്തകത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ഏലി പുരോഹിതന്റെ ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തില് അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, ആ കാലഘട്ടത്തില് ദർശനം ഏറെ ഇല്ലായിരുന്നു എന്നാണ്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത മറ്റൊരു വ്യക്തിയായിരുന്നു ശമൂവേൽ പ്രവാചകൻ. അതും നമുക്ക് നമ്മുടെ പ്രസംഗവേദികളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം ലഭിക്കുന്ന ഒരു സംഭവമാണ്. ഹന്ന എന്ന് പറയുന്ന ആ ഒരു സഹോദരി, അവര് ദൈവാലയത്തിൽ വന്ന് അവർക്ക് പുത്രസമ്പത്തില്ലാത്തത് കൊണ്ട് അവർ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഏലി പുരോഹിതൻ ഒരു പരിഹാസ്യമായ നിലവാരത്തിൽ ഹന്നയോട് പെരുമാറുകയും അതവിടെ തിരുത്തപ്പെടുകയും ഒരു നിവേദ്യമായി തനിക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ ദൈവാലയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം എന്ന് ഹന്ന പറയുകയും അങ്ങനെ ദൈവം കൊടുത്ത കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച ആ കുഞ്ഞ് വളർന്ന് വലുതായി ഇസ്രായേലിന്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തിയ ചരിത്രമാണ് ശമൂവേലിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, ആ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഈ സംഭവത്തിനകത്ത് ഏലി പുരോഹിതനും ശമൂവേൽ ബാലനായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ അധാർമികമായ നിലവാരവും ആത്മീക പാപ്പരത്വവും ഇത് നിമിത്തം അതിനകത്തൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഏലി പുരോഹിതന്റെ 2 മക്കള്, അതായത് ഫിനെഹാസും ഹൊഫ്നിയും, ഇവർ 2 പേരും വളരെ ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ദൈവത്തോട് വേണ്ടത്ര നല്ല നിലവാരം പുലർത്തിക്കൊണ്ടിരുന്നവരായിരുന്നില്ല. അവർ ശുശ്രൂഷകന്മാരാവേണ്ടവരായിരുന്നു, പക്ഷെ പുരോഹിതന്മാരാകേണ്ടവരൊക്കെ ആയിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു നിലവാരം അവർ സൂക്ഷിച്ചില്ല, ആത്മീക നിലവാരം അവർ സൂക്ഷിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈവം അവരെ എന്നേക്കുമായിട്ട് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ദൈവാത്മാവ് അവരോട് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ശമൂവേലിന്റെ 1-ാം പുസ്തകത്തില് നിങ്ങൾ ആരെങ്കിലും ആ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ശമൂവേലിന്റെ 1-ാം പുസ്തകം, അത് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന പുസ്തകം 2-ാം അധ്യായത്തിന് 30-ാമത്തെ ആ ഒരു വാക്യം.
ആ ഭാഗം ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നോക്കുക, ശമൂവേലിന്റെ 1-ാം പുസ്തകത്തില് അവരുടെ ആത്മീക പാപ്പരത്വ നിമിത്തം സംഭവിച്ചിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ്. പ്രശ്നത്തിന്റെ മുമ്പിൽ ദൈവം അവരോട് ഇടപെടുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവര് നേരാൻ വണ്ണം ദൈവസന്നിധിയിൽ നിന്നില്ല. അപ്പോൾ അവിടെ പറയുന്നതാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെ അവരൊക്കെ നിന്ദിതരായി തീരും. ദൈവസന്നിധിയിൽ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും പറയുവാനുള്ള ഒരു മെയിൻ സന്ദേശമാണ് എനിക്കത്. ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ ദൗത്യം വേറെ ഇല്ല. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അത് അതേ പുസ്തകത്തിൽ തന്നെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശൗലിന്റെ കാലഘട്ടത്തിലേക്ക് വരുന്ന ആ സമയത്ത് ശൗലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അപാകത, ആത്മീക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അപാകത, ആ ഒരു അപാകത നിമിത്തം ശമൂവേൽ പ്രവാചകൻ തന്നോട് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് ഒന്ന് വായിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നോക്കുക, ഇവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്ന കാര്യം, അതായത് ഞാൻ ആ ഭാഗത്തേക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ശൗലിന്റെ ബദ്ധപ്പാട് നിമിത്തം ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യത്തിലാണ് ശമൂവേൽ പ്രവാചകൻ ഈ വാചകങ്ങൾ അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഈ വാക്ക് അവിടെ പറയുന്നത്. ദൈവത്തിന് ശൗലിന്റെ രാജ്യഭരണം നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ശൗലിനെ തെരഞ്ഞെടുത്തു നോക്കുക. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൗല് ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ ആ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ബഹുമാനം കൊടുക്കാതെ അനാസ്ഥ കാണിച്ചതുകൊണ്ട് ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രാജസ്ഥാനത്തേക്ക് വരുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ഞാനിപ്പോ പറയാം. അപ്പൊ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗവും ഹനനയാഗവും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശൗലിന്റെ ധിക്കാരപരമായ ഒരു പ്രവർത്തന ശൈലി ദൈവം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം ഉണ്ടായത്. ഇത് നമ്മളെല്ലാവരും ഓർക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. ഇത് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ കൃത്യമായിട്ട് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമസ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെയാണ്. ഏറ്റവും പ്രഥമസ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെയാണ്. അത് നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അവിടെ നമ്മൾ കണ്ടത്. ഇവിടെ 15-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴും നമുക്ക് അവിടെ കാണുന്നത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ. അവിടെ ശൗലിന് ഒത്തിരി ന്യായീകരണങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ ആ ന്യായീകരണങ്ങൾ ഒന്നും ദൈവസന്നിധിയിൽ വില പോവില്ല എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, ശ്രദ്ധിക്കുക, നമ്മുടെ ആത്മീക ജീവിതമാണെങ്കിലും നമ്മളത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം നടത്തണം. ദൈവസന്നിധിയിൽ ന്യായീകരണങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഈ ഇത്യാദി ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ, അപ്പൊ കൽപ്പന അനുസരിക്കുന്നതാണ് ദൈവസന്നിധിയിൽ ദൈവം പ്രസാദകരമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ദൈവം അംഗീകരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്തതിന് ശേഷം അതിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, പൊതുവെ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടി അതിനെന്തെങ്കിലും പരിഹാരമാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് പലപ്പോഴും മനുഷ്യരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്. പക്ഷേ വിശുദ്ധ ബൈബിൾ അത് പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് തെറ്റാണ്. ദൈവത്തിന് അത് ഇഷ്ടമല്ല, ദൈവത്തിന് ഹിതമല്ല. അപ്പൊ അവിടെ ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടിന്റെ മേധസ്സിനെക്കാട്ടിലും നല്ലത്.
അപ്പൊ ഒരു യാഗം നടത്തി, അവർക്കൊരു യാഗവ്യവസ്ഥ അവരുടെ മുന്നിലുണ്ടെന്ന് വിചാരിച്ച് ഒരു യാഗം നടത്തി അവരുടെ പ്രായശ്ചിത്തത്തിന് അത് മൂലകാരണമാക്കാൻ സാധിക്കും എന്നുള്ള അവരുടെ അബദ്ധ ചിന്തയിൽ നിന്ന് അവർക്ക് ഒരു എന്താ പറയാ ശരിയായ ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്. യാഗങ്ങളൊക്കെ എന്തിനു വേണ്ടി വെച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് യാഗങ്ങളുടെ വ്യവസ്ഥകളുമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ദൈവം അവിടെ യാഗത്തിന്റെ വ്യവസ്ഥ വെച്ചത് കൂടുതൽ തെറ്റുകൾ ചെയ്യുക എന്നുള്ളതിലേക്കല്ല നമ്മളെ നയിക്കേണ്ടത്. ആ യാഗം നടക്കാതിരിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും ദൈവിക കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 51-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. എന്താണ് ശരിയായ ദൈവത്തിന്റെ നിലവാരം, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സങ്കീർത്തനക്കാരനോട് പറയുന്നുണ്ട്. 51-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നോക്കിക്കേ, നേരത്തെ ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ച ആ ഭാഗം, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ആ സന്ദേശം കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം അവർക്ക് കൈമാറിയത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു യാഗം ചെയ്തിട്ട് അതിൽ പ്രസാദിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരത്തെയാണ് ദൈവം അവിടെ നോക്കുന്നത്, പരിശോധിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം എന്താണ്, അതിനെക്കുറിച്ചാണ് ദൈവം അവിടെ വിലയിരുത്തുന്നത്. അതായത് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു മൃഗത്തെ ബലിയർപ്പിക്കുന്നതല്ല. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം, അതിന്റെ തകർച്ച, അനുതാപകരമായ അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? ഒരു തെറ്റ് ചെയ്താൽ, അബദ്ധവശാൽ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ദൈവസന്നിധിയിൽ നാം ക്ഷമ ചോദിച്ച്, സാഷ്ടാംഗം വീണ് ക്ഷമ ചോദിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനുള്ള മാനസികമായ അവസ്ഥ നമുക്കുണ്ടോ? എന്നാൽ പിന്നെയും പാപം ചെയ്യുക അല്ലെങ്കിൽ തെറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇനി അത് ആവർത്തിക്കാതിരിക്കുവാനുള്ള ശ്രമം നടത്താനും കൂടെ വിശുദ്ധ ബൈബിൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവം, ഒരു സ്ത്രീ അവളുടെ അവിഹിതത്തിൽ പിടിക്കപ്പെട്ടു യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഒത്തിരി പേര് കല്ല് എറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി ആ സ്ത്രീ, അവരുടെ നിയമം അനുസരിച്ച് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ്. പക്ഷെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു വിധിച്ചത് നേരെ തിരിച്ചായിരുന്നു. അവർക്ക് എല്ലാവർക്കും എന്താ പറയാ, അവരുടെ തന്നെ മനസ്സിനോട് തിരിച്ചു ചോദിക്കുന്ന നിലവാരത്തിലാണ് യേശുവിന്റെ ആ പ്രകടനം നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അവിടെ യേശു പറഞ്ഞു, ആരും നിന്നെ വിധിച്ചില്ലേ? യേശു ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു അവരോട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവിടെ കല്ലെറിയണം. പക്ഷെ ആർക്കും അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അത്രമാത്രം പാപത്തിൽ മുഴുകിക്കൊണ്ടിരുന്ന ഒരു സമൂഹം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ആർക്കും ആ സ്ത്രീയെ കല്ലെറിയാൻ പിന്നെ തോന്നിച്ചില്ല. യേശു ആ സ്ത്രീയോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്നിട്ട് ആ സ്ത്രീയോട് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ഇനി പാപം ചെയ്യരുത്. അതാണ് നമ്മുടെ അറിയായ്മയുടെ കാലഘട്ടത്തിൽ നാം ചെയ്ത പാപങ്ങളൊക്കെ ദൈവത്തിന് ക്ഷമിക്കാൻ സാധിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം അത് ക്ഷമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ തിരുവെഴുത്ത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നമുക്ക് നൽകി തരുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതൊരു ഇതായിട്ട് പറഞ്ഞതല്ല. ഞാൻ ഈ ഒരു പോർഷനിലൂടെ, പാസേജിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ മറ്റ് ഏത് ജീവിതമാണെങ്കിലും, ഭൗതിക ജീവിതമാണെങ്കിലും ആത്മീക ജീവിതമാണെങ്കിലും അതിനെ വളരെ കാര്യക്ഷമതയോടുകൂടെ നമ്മൾ കൊണ്ടു നടക്കണം. നമ്മൾ എപ്പോഴും ഒരു ദൈവിക ചിന്തയോടുകൂടി ഇരിക്കും, ഞാനൊരു ദൈവഭക്തനാണ്, ഞാൻ ദൈവത്തിൽ എന്തെങ്കിലും തെറ്റിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിക്കും എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം. ഓക്കെ, അപ്പം ഞാൻ അതില് ഈ 15-ാം അധ്യായത്തിലേക്ക് വരുന്നതിനേക്കാൾ മുൻപ് ശൗലിനെ കുറിച്ച് പറയേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു സന്ദേശത്തിലേക്ക്, അവിടെ ആ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് ഈ ഒരു സന്ദേശത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹോശേയ പ്രവചനത്തിലേക്ക് പോയാലും അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിന്റെ ഏത് ഭാഗത്തേക്ക് പോയാലും ഈ സന്ദേശത്തിന്റെ മറ്റു പല ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഏലി പുരോഹിതൻ, അഥവാ ഏലി എന്ന് പറയുന്ന ആ വ്യക്തി പുരോഹിതനായിരുന്നു എങ്കിലും അവരുടെ ന്യായാധിപനായിരുന്നു എന്നുള്ളതാണ്. ന്യായാധിപനും കൂടെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശമൂവേലാണ്. ശമൂവേല് ദൈവത്തിന് നിവേദിതനായ ഒരു വ്യക്തിയായിരുന്നു. അവന്റെ അമ്മ അവനെ ദൈവാലയത്തിലേക്ക് പ്രതിഷ്ഠിച്ചു. ശമൂവേല് ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന് ആ കാലഘട്ടത്തിൽ പ്രവാചകനും ന്യായാധിപനുമായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
എന്നാൽ ശമൂവേലിന്റെ മക്കളും വളർന്നു വന്നു, പക്ഷെ അവർക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചില്ല. അവരും ഇതുപോലെ തെറ്റുകൾ സംഭവിച്ചത് കൊണ്ട് അവർക്ക് ആവാൻ സാധിച്ചില്ല. ആ കാലഘട്ടത്തിൽ ശമൂവേലിന് വളരെ പ്രായം ചെന്നു വൃദ്ധനായ ആ കാലഘട്ടത്തിൽ, അത് ഈ ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിച്ച് താഴോട്ട് വായിച്ചു വരുമ്പം ഓരോ ചാപ്റ്റർ വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ശമൂവേൽ വയസ്സ് ചെന്ന് വൃദ്ധനായി. ആ വൃദ്ധനായ ആ വ്യക്തിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശാരീരിക ക്ഷമതയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ വന്നപ്പോൾ തന്റെ മക്കളെ ആ ഒരു സ്ഥാനത്തേക്ക് ആക്കാമെന്ന് വെച്ച ആ ഒരു താല്പര്യം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ശമൂവേലിന്റെ മക്കളും ദോഷമായ വഴികളിലൂടെ നടന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു ചിത്രമാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒന്നാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ ശമൂവേലിനോട് ജനം ആവശ്യപ്പെട്ടതനുസരിച്ച് ശമൂവേൽ ദൈവത്തോട് അപേക്ഷിച്ചതിന്റെ അനന്തരഫലമായി ദൈവം പറഞ്ഞു, നീ അവർക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്തു കൊടുക്കുക എന്ന്. അവരുടെ ആവശ്യപ്രകാരം ദൈവം അവിടെ ഒരു എന്താ പറയാ, അവരുടെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഇഷ്ടം ചെയ്യുന്ന ഒരു ദൈവമായിട്ട്. ഓക്കെ, അങ്ങനെ ശൗലിനെ രാജാവാക്കുന്ന, കീശിന്റെ മകനായ ശൗലിനെ രാജാവാക്കുന്ന ഒരു ചിത്രം നമുക്ക് ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശൗല് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളിലൂടെ കൃത്യമായിട്ട് പോകാത്തത് കൊണ്ട് രാജസ്ഥാനത്തിരിക്കുവാൻ അദ്ദേഹം യോഗ്യനായില്ല. അതിനടിസ്ഥാനത്തിലാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഒരു ഭാഗം, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടിന്റെ മേധസ്സിനെക്കാട്ടിലും നല്ലത് എന്ന ഒരു ഉപദേശം ശൗലിന് കൊടുക്കുന്നു. ശൗല് അവിടെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ദൈവം അത് അംഗീകരിക്കുന്നില്ല. കാരണം അതിനു മുൻപും ശൗലിന് അങ്ങനെ തെറ്റുകൾ പറ്റി അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇനി ഒരിക്കലും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ദൈവത്തിന് ഇല്ലാത്തത് കൊണ്ട് ആ രാജസ്ഥാനത്ത് നിന്ന് ശൗലിനെ നീക്കി ആ സ്ഥാനത്തേക്ക് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ഒരു സ്ഥാനാരോഹണം ചെയ്യുന്ന ഒരു ചിത്രം കൂടെ നമുക്ക് ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം എന്താ പറയാ, പഴയ ആൾക്കാർക്കൊക്കെ കുറച്ചൊക്കെ അറിയാം. പക്ഷെ എങ്കിൽ പോലും ഞാൻ ആ ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിലെ ആ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ശമൂവേലിന്റെ രണ്ടാം പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത് ദാവീദ് രാജ്യഭരണത്തിലേക്ക് കയറി വന്ന് ദാവീദ് ഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതാ നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ലാത്തോടത്തോളം കാലം എനിക്കത് നിങ്ങളെ കാണിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ, ആ PDF-ന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആരെങ്കിലും നോട്ട് കുറിച്ചെടുക്കുന്നവരുണ്ടോ അതിനകത്ത്? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടോ? നോട്ട് കുറിച്ചെടുക്കാൻ എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങളത് കൂടുതലായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ശമൂവേലിന്റെ രണ്ടാം പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ നമ്മള് ദാവീദിന്റെ ദാവീദിന്റെ രാജ്യഭരണത്തിന്റെ ആ ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം രാജ്യത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്യുന്നതോടൊപ്പം തന്നെ തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഹാനി വരുത്തുന്ന, അല്ലെങ്കിൽ അതിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അയൽ രാജ്യങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. അവരോടൊക്കെ പിന്നെയും യുദ്ധം ചെയ്ത് അവരെ കീഴടക്കേണ്ടതായിട്ടുള്ള ഒരു ദൗത്യം കൂടെ ദാവീദിൽ നിക്ഷിപ്തമായിരുന്നു. താൻ ആ കാര്യത്തിൽ വളരെ നിഷ്കളങ്കനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം നമുക്ക് ശമൂവേലിന്റെ രണ്ടാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ദാവീദ് അനുഭവിച്ച മറ്റൊരു വേദനാജനകമായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ രാജ്യത്തിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ആ ആഭ്യന്തര പ്രശ്നങ്ങളുടെ നടുവിൽ താൻ വളരെ വിഷമം. ഇനി നമ്മള് സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏകദേശം 150 സങ്കീർത്തനങ്ങൾ നമുക്കുണ്ട്, വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്കുണ്ട്. അതിലെ 73 സങ്കീർത്തനങ്ങളും ദാവീദ് തന്നെ രചിച്ചതാണെന്നുള്ള
ആ തെളിവോടുകൂടെയാണ് ആ സങ്കീർത്തനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ബാക്കി സങ്കീർത്തനങ്ങളൊക്കെ മറ്റു പലരും എഴുതിയ, മോശ എഴുതിയിട്ടുണ്ട്, ശലോമോൻ എഴുതിയിട്ടുണ്ട്, അങ്ങനെ മറ്റു സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം, അതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു വരാം. പക്ഷെ മിക്കവാറും സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ രചനയിൽപ്പെട്ടതാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാവീദിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ മറ്റ് അനുഭവങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് എഴുതിയതായിരുന്നു സങ്കീർത്തനം എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് 73 സങ്കീർത്തനങ്ങളും ആ ഒരു നിലവാരത്തിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങള്, അതുപോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനതകളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങള്, അവരുടെ ഗോത്രങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങള്, അതുപോലെ തന്നെ സ്വന്തം ഭവനത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങള്, ഇത്യാദി പ്രശ്നങ്ങളൊക്കെ ദാവീദിന് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. തന്റെ മക്കളായിരിക്കുന്ന അബ്ശലോമ്, അതുപോലെ അദോനിയാവ്, അവരൊക്കെ ദാവീദിന്റെ മക്കളാണ്. അവരിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരു കുടുംബത്തിൽ, ഇപ്പൊ നമ്മുടെ തന്നെ വീടുകളിലൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വളരെ മാനസികമായിട്ട് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദാവീദിന് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ, അതിന്റെ വേദനാജനകമായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് ഈ ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുന്ന സംഭവങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ ദാവീദ് തന്റെ ആ ജീവിത പ്രയാണം ഏകദേശം 40 വർഷം ഇസ്രായേലിന് രാജാവായിട്ട് ഇരിക്കുകയും ദൈവം തന്നെ നിയോഗിച്ചതുപോലെ ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുകയും തന്റെ ജീവിത അവസാനത്തിൽ ഇസ്രായേലിന് മറ്റൊരു രാജാവിനെ വാഴിക്കുവാൻ വേണ്ടിയുള്ള ആ സന്ദർഭം വന്നപ്പോൾ ദൈവനിയോഗിതമായി ശലോമോനെ അതിനുവേണ്ടി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രാജസ്ഥാനത്തേക്ക് ആനയിക്കുന്ന ചിത്രവുമാണ് നമുക്ക് ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഒത്തിരി ഹിസ്റ്ററി അതിനകത്തുണ്ട്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. അതിന്റെ ഒരു ആകത്തുകയാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്ന് നിങ്ങളുടെ മനസ്സിൽ ധാരണ വയ്ക്കുക. അതിലൊന്നാമത്തേതാണ് ദാവീദിന്റെ ഭരണകാലഘട്ടത്തിൽ താൻ ചെയ്തിട്ടുള്ള അയൽ രാജ്യങ്ങളുമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ള യുദ്ധങ്ങൾ. അപ്പോൾ തന്നെ ആഭ്യന്തര കലഹങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ രാജ്യത്തിന്റെ അകത്തു നിന്ന് തന്നെ, അവരുടെ ഗോത്രങ്ങളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അഥവാ ഒത്തിരി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശൗലിന്റെ കുടുംബത്തോട് അദ്ദേഹത്തിന് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ രാജ്യത്തെ ശലോമോന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വസ്ഥമായി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഭീതിയൊക്കെ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒരുവിധ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തനിക്ക് ഒതുക്കാൻ സാധിച്ചു. എങ്കിലും പിന്നീട് ശലോമോന്റെ കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശലോമോന്റെ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ശമൂവേലിന്റെ 2-ാം പുസ്തകത്തെ കുറിച്ചുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ് ആണോ? ശരിയാണോ? ഓക്കെ, ഞാൻ ഒരു സമ്മറി പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകമാണ്. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളുണ്ട്. ആ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മള് മാപ്പിന്റെ ഒക്കെ ഉപയോഗം നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമുക്ക് വരുന്നത്. നമ്മള് മാപ്പിനെ കുറിച്ചൊക്കെ നമ്മള് എന്താ പറയാ, പലരും വ്യത്യസ്തമായ രീതിയിലൊക്കെ അതിനെ കാണുന്നവരുണ്ടാകാം. പക്ഷേ ആ ഒരു മാപ്പ് നമുക്ക് ഉപകരിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാ. ഈ എന്താ പറയാ, ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതുപോലെ ഇസ്രായേലിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്കത് വളരെ ആവശ്യമായിട്ട് വരും. അത് പറയാനുള്ള കാരണം, ശലോമോന്റെ ഭരണം, ശലോമോനെ കുറിച്ച് അറിയാം, നമുക്ക് നന്നായിട്ട് അറിയാം, ജ്ഞാനികളിൽ ജ്ഞാനിയാണ്. അങ്ങനെ ആകാനുള്ള കാരണത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. ശലോമോന്റെ സമർപ്പണമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും താൻ വളരെ ദൈവത്തോട് അടുത്ത് പെരുമാറി ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ വെച്ച് ശലോമോൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അവർക്ക് കൊടുത്ത നിയമം
ആ നിബന്ധനകൾ ശലോമോൻ കൃത്യമായിട്ട് പാലിച്ചില്ല എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിന്ന വ്യക്തിയാണ്, ദൈവത്തിന്റെ പ്രത്യക്ഷത അനുഭവിച്ച വ്യക്തിയാണ്. എനിക്കും നിങ്ങൾക്കും ഒന്നും ലഭിക്കാത്ത വലിയൊരു ഭാഗ്യം ലഭിച്ച വ്യക്തിയായിരുന്നു ശലോമോൻ രാജാവ്. പക്ഷെ എന്നിട്ട് പോലും ദൈവിക കൽപ്പനകളെ നമ്മള് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ കേട്ടതുപോലെ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അതാ ചോദ്യം. അപ്പൊ വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ശലോമോന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള യാഗങ്ങളുടെ അത്ര യാഗങ്ങൾ പിന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശലോമോന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ദൈവാലയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും അതുമായി പിന്നീടുള്ള അവരുടെ ആരാധന സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴൊക്കെ ശലോമോൻ ചെയ്തിട്ടുള്ള യാഗങ്ങൾ, അവിടെ നടത്തിയിട്ടുള്ള യാഗങ്ങൾ, അത്രയും യാഗങ്ങൾ ആരും നടത്തിയിട്ടില്ല. ആയിരക്കണക്കിന് ആടുകളെയും കാളകളെയും ഒക്കെ ദിനംപ്രതി ആയിട്ട് യാഗം കഴിച്ച ഒരു വസ്തുതയാണ് നമുക്ക് ആ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എത്ര തന്നെ നമ്മൾ യാഗം കഴിച്ചാലും, പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിച്ചാലും, ഏതെല്ലാം തരത്തിലുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലും ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവിക കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത് ശലോമോൻ രാജാവിന്റെ ജീവിതത്തിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ശലോമോന്റെ കാലഘട്ടത്തിൽ തനിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, രാജസ്ഥാനത്തേക്ക് കയറിയതിനു ശേഷം ചില നാളുകൾക്ക് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് ഫറവോന്റെ മകളെ, മിസ്രയീം രാജാവായിരിക്കുന്ന ഫറവോന്റെ മകളെ കല്യാണം കഴിച്ചു, വിവാഹം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ഇസ്രായേൽ ജനതയ്ക്ക് അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അന്യജാതികളിൽ നിന്നുള്ളവരെ അവർക്ക് വിവാഹത്തിന് എടുക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ആ നിയമം, ആ പ്രമാണം ശലോമോൻ ലംഘിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സകല രാജാക്കന്മാരുടെ ഭവനങ്ങളിൽ നിന്നും ശലോമോൻ അവിടെ വിവാഹം കഴിക്കുന്നു. അതുപോലെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനൊക്കെ ശ്രമിക്കുന്നു. ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് ബൈബിൾ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അത് അവരുടെ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അതിന്റെ കാരണം? അവർ വശീകരിച്ച് അന്യദൈവങ്ങളിലേക്ക് പോകുവാനും അന്യദൈവങ്ങളിൽ ആശ്രയിക്കുവാനും ഇസ്രായേൽ ജനതയ്ക്ക് ഇടവരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ശലോമോൻ ഉൾപ്പെടെയുള്ളവർക്ക്, ശലോമോനെ കുറിച്ച് നമുക്കറിയാം, വളരെ ജ്ഞാനിയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പറഞ്ഞതുപോലെ ദൈവത്തെ മുഖാമുഖം കണ്ടു എന്നുള്ള നിലവാരത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ ഒരു അനുഭവം ലഭിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും തനിക്ക് ആ നിയമങ്ങളെ കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ തന്റെ ജഡീക മോഹങ്ങളായിരിക്കാം. വിശുദ്ധ ബൈബിൾ നമ്മോട്, ന്യൂ ടെസ്റ്റമെന്റ് ഒക്കെ നമ്മോട് വിളിച്ചു പറയുന്ന പോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ആ ഒരു അവസ്ഥയിൽ നിന്ന് തനിക്ക് ഒരുപക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക. പക്ഷേ ദൈവസന്നിധിയിൽ അത് വില പോകുന്നില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളാണെങ്കിലും നമ്മുടെ മറ്റ് അഭിലാഷങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് അതിനെ ഒതുക്കി നിർത്തിയേ മതിയാകൂ. അതാണ് ദൈവിക കൽപ്പനകൾ നമ്മോട് വിളിച്ചു പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ശലോമോൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്തു കൂട്ടി. ഏകദേശം 700 ഭാര്യമാരും 300-ലധികം വെപ്പാട്ടികളും തനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം വലിയ തെറ്റ് ശലോമോൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴും ശലോമോനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഉറുമ്പ് തുടങ്ങി എല്ലാ ജീവജാലങ്ങളോടും സംസാരിക്കുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ശലോമോന് കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം കഴിവുള്ള വ്യക്തി ലോകത്തിൽ മുൻപുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. അത്രമാത്രം ജ്ഞാനം ലഭിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനും ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കുവാൻ ഇടയായി തീർന്നു. ഒരു വലിയ സന്ദേശം നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളുവാനുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അഭിമാനിക്കുമ്പോഴും ഒക്കെ ചില വ്യത്യസ്തമായ നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം നമ്മെ തന്നെ സജ്ജനാക്കി നിർത്തണം എന്നുള്ളതൊക്കെയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിശാച് ഏത് നിമിഷവും അലറുന്ന സിംഹം പോലെ വിഴുങ്ങുവാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞു നടക്കുന്ന ഒരു പ്രതിയോഗിയാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മളത് പിശാചിന്റെ തന്ത്രങ്ങളെ കൂടെ മനസ്സിലാക്കുവാൻ നമ്മളൊരു വലിയ ശ്രമം നടത്തണം. എങ്കിലേ ഇപ്പം മറ്റൊരു ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല എന്ന് കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ആത്മീകമായ നിലവാരം സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം നയിക്കുവാൻ. അത് ഏത് പൊസിഷൻ നമുക്ക് ലഭിച്ചാലും, ഓഫീസുകളിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, ഏത് നിലവാരത്തിൽ നമ്മൾ ഉയർന്നു പോയാലും അവിടെയൊക്കെ നമ്മുടെ ആത്മീക നിലവാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. നമുക്കറിയാം, ദാനിയേൽ പ്രവചന പുസ്തകത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴൊക്കെ ദാനിയേലിന്റെ അവസ്ഥകൾ, അതുപോലെ തന്നെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അവിടേക്ക് ഇപ്പൊ പോകുന്നില്ല. നമുക്ക് അവിടേക്ക് ആ ഒരു ഭാഗത്തേക്ക്, പ്രവചന പുസ്തകങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, അപ്പൊ ശമൂവേലിന്റെ 2-ാം പുസ്തകത്തെ കുറിച്ചുള്ള ഒരു ഏകദേശം ഐഡിയ നമുക്ക് ലഭിച്ചല്ലോ. അപ്പോൾ ശലോമോന്റെ കാലഘട്ടം വരെ, അതായത് ശൗല്, ദാവീദ്, ശലോമോൻ, ഈ 3 രാജാക്കന്മാരുടെ കാലഘട്ടം വരെ ഉള്ള ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സംയുക്തമായിരുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേലിന് മൊത്തമായിട്ട് ഭരിച്ചൊരു കാലഘട്ടമായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഞാനത് പൊതുവെ പറഞ്ഞു പോകുന്നതാണ്. അത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ശലോമോന്റെ ഈ ഒരു തോന്നിവാസ നിമിത്തം രാജ്യത്വം അവരിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇസ്രായേൽ ജനതയൊക്കെ നമ്മൾ കാണുമ്പോൾ റോമാലേഖനത്തിലെ കുറിച്ച് കൂട്ടിച്ചേർത്തൊക്കെ പഠിക്കേണ്ടതുണ്ട്, ഗലാത്യ ലേഖനം ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആ വഴിക്കൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് അത്രയും ആ ഒരു നിലവാരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകൾ നീങ്ങില്ല. അതുകൊണ്ട് ഞാൻ ആ വഴിക്കൊന്നും പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പൊ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ വിഭജിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ ഒരു വിഭജനം നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ ഒരു വിഭജനം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് എന്തായിരുന്നു ആ വിഭജനം? യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ അവർക്ക് കൊടുത്ത വാഗ്ദത്ത ഭൂമി അവർക്ക് വേണ്ടി വിഭാഗിച്ചു കൊടുത്ത സമയത്ത്, വാഗ്ദത്ത ഭൂമി അവർക്ക് വിഭാഗിച്ചു കൊടുത്ത സമയത്ത് അവർ 2 വിഭാഗക്കാരായിട്ട് നിന്ന ഒരു ഹിസ്റ്ററി നമ്മൾ അവിടുന്ന് കണ്ടു. അത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? കാരണം ഒരു തെറ്റിദ്ധാരണ നമുക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമേ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ട്, ഒരു ചരിത്ര പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 12 ഗോത്രങ്ങൾക്കല്ല വിഭാജിച്ചു കൊടുത്തത്? ഏതാ? 12 ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുത്തത്. അത് ആ വിഭജനത്തിനകത്ത് നമ്മൾ ഒരു പ്രത്യേക കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2 ഗോത്രത്തിന് യോർദാൻ നദിയുടെ ഇപ്പുറത്തും ബാക്കിയുള്ളവർക്ക് ഇപ്പുറത്തും ദേശം വിഭാഗിച്ചു കൊടുത്തു. 2 ഗോത്രത്തിന് യോർദാന്റെ കിഴക്ക് ഭാഗത്തുമാണ് അവർക്ക് അവകാശം ലഭിച്ചത്, അല്ലേ? ഓക്കെ, അതിലെ രൂബേന്യരും അതുപോലെ ഗാദ് ഗോത്രക്കാരും മനശ്ശേയുടെ പാതി ഗോത്രവും, അതായിരുന്നു കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന 2.5 ഗോത്രം എന്ന് പറയുന്നത്. ബാക്കി 9.5 ഗോത്രം പടിഞ്ഞാറ് ഭാഗത്താണ്. ഓക്കെ, അത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം യോർദാൻ എന്ന് പറയുന്ന ആ ഒരു വിഭജനം, അല്ലെങ്കിൽ യോർദാന്റെ കിഴക്ക് എന്ന് പറയുന്ന വിഭജനം, ആ ഒരു വിഭജനം ഇല്ലാതെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് ഇവിടെ രാജഭരണം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭരണത്തിന്റെ പ്രത്യേകതയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അത് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതുപോലെ ദിനവൃത്താന്ത പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് പറയുന്നത് രാജാക്കന്മാരുടെ കാലഘട്ടത്തെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഇന്ന രാജാവ് ഇന്ന രാജ്യത്തിൽ ഭരിക്കുന്ന സമയത്ത് മറ്റൊരു രാജാവ് ഇന്ന ഭാഗത്ത് ഭരിച്ചു. അതായത് യഹൂദ്യയിൽ ഇന്ന രാജാവ് ഭരിക്കുമ്പോൾ ഇസ്രായേലിൽ മറ്റൊരു രാജാവ് ഭരിക്കുന്നുണ്ടായിരുന്നു. അതും അവരുടെ ചുറ്റുമുള്ള രാജാക്കന്മാരുടെ കാലഘട്ടത്തെ കൂടെ അതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഭാഗത്ത് അത് നോട്ട് ചെയ്തിട്ട് കൂടെ ആയിരുന്നു വിശുദ്ധ തിരുവഴുത്തിനകത്ത് അത് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഞാൻ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം, ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇവിടെ വിഭജനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം ശലോമോൻ തെറ്റ് ചെയ്തതുകൊണ്ട് ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം അത് ശലോമോന്റെ മക്കൾക്ക് അത് പകുത്തു കൊടുത്തില്ല. പകരം ശലോമോന്റെ ദാസന്റെ മക്കൾക്ക് അത് പകുത്തു കൊടുക്കുകയും അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ആ രാജ്യം ഭരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി സമ്മറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും നിൽക്കുന്ന ഒരു ഭാഗം നമ്മുടെ ഭൂപടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ മൂന്നാമത്തെ ഗോത്രം അഥവാ അവിടെ നമ്പറാണ് കാണുക. മൂന്നാമത്തെ ഗോത്രവും അതുപോലെ തന്നെ ബെന്യാമീൻ ഗോത്രത്തിന്റെ ആ നമ്പർ നോക്കിക്കേ, 12ാമത്തെ ഗോത്രവും 3ഉം 12ഉം ഒരുമിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ആ ഭൂപടത്തിൽ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, അതെന്തിനാ ശ്രദ്ധിക്കാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ 2 ഭാഗമായി തിരിഞ്ഞു നിന്ന് ഭരിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ അതായത് ഈ 2 ഭാഗമായിട്ട് ശലോമോന്റെ കാലശേഷം ഈ രാജ്യം വിഭജിക്കപ്പെട്ടു. അതിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ യഹൂദ ഗോത്രം ബെന്യാമീൻ ഗോത്രം കൂടെ നിലനിൽക്കുന്ന ആ ഒരു ഭാഗം കാണുന്നത്. ബാക്കി 10 ഗോത്രങ്ങൾ, ബാക്കി 10 ഗോത്രങ്ങള് വിശാലമായി കിടക്കുന്നുണ്ട് അവിടെ. ആ 10 ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു വിഭാഗം രാജാക്കന്മാരും യഹൂദ അതായത് തെക്ക് വടക്ക് എന്നുള്ള നിലവാരത്തിലാണ് അതിനെ വിഭാഗിച്ചിരിക്കുന്നത്. അതായത് യഹൂദ ഭരിച്ചുകൊണ്ടിരുന്ന അഥവാ യെരൂശലേം ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന യഹൂദ വിഭാഗം അല്ലെങ്കിൽ യഹൂദ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, തെക്കേ ദേശമായിരിക്കുന്ന യഹൂദ എന്ന് ആ ഒരു വിഭാഗം ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു ചെറിയ പ്രദേശമായിരുന്നു. എന്നാൽ വടക്കൻ രാജ്യം എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂരിപക്ഷം ഭാഗവും അത് വേറെ രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, അഥവാ മറ്റ് പല രാജാക്കന്മാരാണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് പിന്നീട് ശലോമോന്റെ കാലശേഷം ആ ഭരണങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രവാചകന്മാരുടെ ഏറ്റവും കൂടുതൽ ആഗമനം ഉണ്ടായിട്ടുള്ളത്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് പ്രവാചകന്മാരുടെ ആഗമനവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുമോ? അവസാനം ഇതില് ശലോമോന്റെ ദാസൻ എന്ന് പറയുമ്പോ അവിടെ കൊട്ടാരത്തിലുള്ള ഏതെങ്കിലും ആളുടെ, അതായത് ഞാൻ പറയുന്ന ഒരു രാജകൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ശലോമോന്റെ ഒക്കെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശേബാരാജ്ഞിയൊക്കെ വന്നിട്ട് ശലോമോന്റെ കയ്യിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കാനും ജ്ഞാനം കേൾക്കാനൊക്കെ വന്ന സമയത്തൊക്കെ അതിന്റെ ആ ഒരു അതവിടെ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശലോമോന്റെ ഭൃത്യന്മാരും ശലോമോന്റെ കൊട്ടാരത്തിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചതെന്നൊക്കെ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ശലോമോന്റെ മക്കൾക്ക് ആ അധികാരം കൊടുക്കാതെ അവന്റെ ദാസന്മാരുടെ മക്കൾക്ക് അത് വിഭാഗിച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് തിരുവഴുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ദാസൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൊട്ടാരത്തിലെ ഏതെങ്കിലും അതെ, ജോലിക്കാര്. ഓക്കെ, അപ്പൊ അതിൽ നിന്നുള്ളവർക്ക് അതിനെ വിഭാഗിച്ചു കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇസ്രായേലും യഹൂദയും തമ്മിലുള്ള തെക്ക് വടക്ക് രാജ്യമായിട്ട് തിരിഞ്ഞതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് ഞാൻ വേണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ എടുക്കാം. അത് ഒത്തിരി വിശാലമായിട്ട് ചിന്തിക്കേണ്ട സംഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിയേണ്ടതുണ്ട്. അപ്പം നമ്മള് വിശുദ്ധ ബൈബിളിലൊക്കെ തിരുവഴുത്തിൽ നമ്മൾ കാണുന്ന പ്രവാചകന്മാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏലിയാവ്, ഏലീശ, അതുപോലെ ഒത്തിരി പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഇവരൊക്കെ എവിടെയാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പൊതുവെ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ അകത്ത് ശുശ്രൂഷ ചെയ്ത പ്രവാചകന്മാരെ കുറിച്ചാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. അത് ഏത് ഭാഗത്ത് തെക്ക് രാജാക്കന്മാരുടെ തെക്ക് ഭാഗം ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ ഭാഗത്തായിരുന്നോ ഏത് രാജാക്കന്മാരുടെ ഭാഗത്ത് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന പ്രവാചകന്മാർ ആരൊക്കെയായിരുന്നു?
വടക്കേ ഭാഗത്തുണ്ടായിരുന്ന വിശാലമായ ഇസ്രായേൽ എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ ഭാഗത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്മാർ ആരൊക്കെയായിരുന്നു, അതിനെക്കുറിച്ചൊരു പഠനം കൂടെ നമുക്ക് ഇതിനകത്ത് നടത്താനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലേക്ക് ഞാനത് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോ ആ ക്ലാസ് എടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ അത്ര സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്തത്. ഓക്കെ, അപ്പം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ജനത 2ആയിട്ട് പിരിഞ്ഞു എന്നുള്ളതാണ്. 2ആയിട്ട് തിരിയേണ്ടി വന്നു അവർക്ക്. അതില് ഒന്ന് തെക്ക് വിഭാഗം അഥവാ യഹൂദ എന്ന് പറയുന്ന ഒരു വിഭാഗം. അവിടെയാണ് യെരുശലേം എന്നൊക്കെ പറയുന്നതൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ യെരുശലേം തലസ്ഥാനമാക്കിക്കൊണ്ടാണ് ആ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ വടക്കേ രാജ്യമായ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അങ്ങനെ ആ 2 ഭാഗത്ത്, അപ്പം അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് തിർസയായിരുന്നു ഒന്ന് അവരുടെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത്. മറ്റൊന്ന് ശമരിയായിരുന്നു. ഒരു സ്ഥലം കൂടെ 3 സ്ഥലത്ത് അവർക്ക് അവരുടെ തലസ്ഥാനം മാറ്റി സ്ഥാപിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലം കൂടെ ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ശമരിയാണോ? അല്ല, ശമരിയ ഞാൻ പറഞ്ഞല്ലോ. ഒരു സ്ഥലം കൂടെ ഉണ്ട്, അത് പെട്ടെന്ന് എന്റെ മൈൻഡിൽ നിന്ന് ഓർമ്മയെന്ന് പോയി. ആദ്യത്തെ അവരുടെ തലസ്ഥാനം എന്നുള്ളത് ശേഖേം എന്നുള്ളതായിരുന്നു. നമ്മുടെ ആ ഭൂപടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവര് വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ തലസ്ഥാനം 3 തവണ അവർ മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് ശേഖേമാണ്. 2ാമത്തേത് അവർ മാറ്റിയത് തിർസയിലേക്കാണ്. 3ാമത് അവർ മാറ്റിയത് ശമരിയിലേക്കാണ്. അങ്ങനെ 3 തലസ്ഥാനങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. കാരണം അതൊരു വിശാലമായ രാജ്യമായിരുന്നു. യഹൂദയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശാലമായ ഒരു രാജ്യമായിരുന്നു. അതായത് 10 ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ഭാഗമായിരുന്നു. അതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷനൊക്കെ പലപ്പോഴും അവർക്ക് അവരുടെ ഭരണസിരാ കേന്ദ്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് യെരുശലേം തന്നെയായിരുന്നു അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിഭജിത, അതായത് എന്താ പറയാ, ഐക്യ രാഷ്ട്ര ഭരണവും അതുപോലെ തന്നെ വിഭജിത രാഷ്ട്രഭരണവും, ഇത് രണ്ടും. അത് ആർക്കെങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയാമോ ഏതൊക്കെയാണെന്നുള്ളത്? നമ്മൾ ചരിത്രത്തിലൂടെ പോകുന്നതുകൊണ്ടാണ് ഇത്തിരി ടഫായിട്ട് തോന്നുന്നത്. കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ലഘൂകരിക്കാനുള്ള ശ്രമം അതാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം ഒന്നും കൂടെ. ഐക്യരാഷ്ട്രവും വിഭജിത രാഷ്ട്രവും. ഐക്യരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, ശൗല്, ദാവീദ്, ശലോമോൻ, ഈ 3 രാജാക്കന്മാര് ഭരിച്ച ആ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രം. അതായത് എല്ലാ ഇസ്രായേലിനെയും 12 ഗോത്രങ്ങളെയും ഒരുമിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു വിശാലമായ ഭരണ സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സംഭവമായിരുന്നു ഐക്യരാഷ്ട്രം എന്ന് പറയുന്നത്. ശൗല്, ദാവീദ്, ശലോമോൻ. ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ 2ാമത് വിഭജിത രാഷ്ട്രം എന്ന് ഞാൻ പറഞ്ഞു. ശലോമോന്റെ കാലത്തിന് ശേഷം രാഷ്ട്രം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ രാഷ്ട്രം വിഭജിക്കപ്പെട്ടു. ആ വിഭജിക്കപ്പെട്ടത് യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും അടങ്ങുന്ന ഒരു ചെറിയ പ്രദേശത്തിലേക്ക് ഒരു ഭരണ സംവിധാനം മാറുകയോ അല്ലെങ്കിൽ ഒരു ഭരണസിരാ കേന്ദ്രം മാറുകയും ബാക്കി തെക്കേ രാജ്യം എന്ന് പറയുന്നത് യഹൂദയും വടക്കേ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലും എന്നുള്ള നിലവാരത്തിലേക്ക് വന്നു. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വിഭജിത രാഷ്ട്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
ഇസ്രയേൽ എന്ന് പറയുന്നത് പൊതുവെ പറയുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ഇസ്രയേലാണ്, പക്ഷെ അപ്പോൾ തന്നെ വിഭജിത രാഷ്ട്ര ഭരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വടക്കേ രാജ്യം എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന നാമകരണത്തോടു കൂടിയാണ് അറിയപ്പെടുന്നത്. എന്നാൽ തെക്കേ രാജ്യം എന്ന് പറയുന്നത് ബെന്യാമീൻ ഗോത്രവും യഹൂദ ഗോത്രവും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ചെറിയൊരു പ്രദേശം, അതാണ് തെക്കേ രാജ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ. അപ്പോ വേറെ ആർക്കെങ്കിലും ഒന്ന് അതിനെ കുറിച്ച് പറയാവോ? എന്താണ് ഐക്യരാഷ്ട്രം, എന്താണ് വിഭജിത രാഷ്ട്രം? മറ്റൊരു വ്യക്തിക്ക് ആർക്കെങ്കിലും പറയാം. ശൗലും ദാവീദ് ശലോമോൻ ഇവരുടെ ആ ഭരണ നടത്തണ സമയത്താണ് ഐക്യരാഷ്ട്ര ഭരണകർത്താക്കൾ എന്ന് ഉദ്ദേശിക്കേണ്ടത്. അതെ അതെ അതെ. പിന്നീട് അത് യഹൂദ ഗോത്രം ബെന്യാമിൻ ഗോത്രം അത് രണ്ടും ചെറിയ ഗോത്രങ്ങളായിട്ട് വിഭജിച്ച അവരെ വിഭജിത രാഷ്ട്രത്തില് ഉൾപ്പെടുത്തി കാണുന്നു. അല്ല, വിഭജിത രാഷ്ട്രം എന്നുള്ളതല്ല, അവര് അടങ്ങുന്ന ഒരു ഭാഗം ഒരു ഭരണപ്രദേശമായിട്ട് മാറി. അത് തെക്ക് ഭാഗത്ത് യഹൂദ ബെന്യാമിൻ ഗോത്രം. അതെ അതെ. വടക്ക് ഇസ്രായേൽ മക്കളുടെ എല്ലാം ഇസ്രായേൽ മക്കളാണ്, പക്ഷെ അത് രണ്ട് ഗ്രൂപ്പായിട്ട് മാറി എന്നുള്ളതാ. എല്ലാം ഇസ്രായേൽ മക്കൾ തന്നെയാണ്. 12 ഗോത്രങ്ങളിൽ, അതായത് യാക്കോബിന്റെ 12 ഗോത്രങ്ങളിൽ വരുന്ന ജനത തന്നെയാണ്. പക്ഷെ അവർ രണ്ട് ഗ്രൂപ്പായിട്ട് മാറിയപ്പം ഇങ്ങനെയാണ് അതിനെ തരംതിരിക്കേണ്ടി വന്നത്. അതായത് 10 ഗോത്രങ്ങൾ ഒരു ഭാഗത്തും ചെറിയ 2 പേര് ഒരു ഭാഗത്തായി. ഓക്കെ. അപ്പൊ തെക്ക് ഭാഗത്തായി യഹൂദ ബെന്യാമിൻ അവര് ചെറിയ ഗോത്രം രണ്ടും തെക്ക് ഭാഗത്തും മറ്റു 10 പേര് വടക്ക് ഭാഗത്തും വടക്കേ രാജ്യം എന്നുള്ള നിലവാരത്തിലേക്കും വന്നു. ഈ രണ്ട് ഭാഗത്തും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് രാജാക്കന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാം പുസ്തകത്തിൽ ചെറിയ തോതിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കുറച്ചുകൂടെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക്, നമ്മൾ നോട്ടിലേക്കാണ് ഞാൻ പറയുന്നത്. നോട്ട് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു വിഷമം തന്നെയാണ് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ PDF കോപ്പി നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. എല്ലാ രാജാക്കന്മാരുടെ പേര്, അവരെവിടെ ഭരിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പഠിക്കേണ്ടി വരുന്നത്. ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്രയും വിശാലമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കാലികമായ പ്രസക്തി ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ചേർത്ത് നമ്മൾ പഠിക്കണം എന്നുള്ളത് കൂടെയാണ്, പഠിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പം രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോ അവിടുത്തെ രാജാക്കന്മാര്, യഹൂദ ഭരിച്ച രാജാക്കന്മാർ ആരൊക്കെയാണ്, ഇസ്രയേൽ വടക്കേ രാജ്യമായി ഇസ്രയേൽ ഭരിച്ച രാജാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കും. ഓക്കെ. ഞാൻ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കൂടെ പോയിട്ട് ഇന്നത്തെ ക്ലാസ്സോട് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ പ്രത്യേകത? ഡയറി കുറിപ്പാണ്. ഡയറി കുറിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ദിവസങ്ങൾ നടക്കുന്ന രാജ്യത്തിലെ പ്രത്യേക കാര്യങ്ങള് രാജകീയ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഒരു രാജാവിന്റെ ആധികാരികമായ ഒരു ഗ്രന്ഥം, ഒരു രാജ്യത്തിന്റെ ആധികാരികമായ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം, അതാണ് ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത്. പക്ഷെ ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മള് അതിന്റെ 9 വരെയുള്ള അധ്യായങ്ങൾ, 1-ാം പുസ്തകത്തിന്റെ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങള് നമുക്ക് വായിച്ചു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് വംശാവലികളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് വംശാവലിയെ കുറിച്ചാണ്. എത്ര പേര് ദിനവൃത്താന്ത പുസ്തകം വായിച്ചിട്ടുണ്ട്? പക്ഷെ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ബോറടിക്കുകയാണ്. ഓക്കെ. അത് ബോറടിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. മത്തായി എഴുതിയ സുവിശേഷം എടുക്കുക. അല്ല, കുറെ വംശാവലികളുടെ പേരുകൾ വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ വന്നത്.
അതെ, അതാ ഞാൻ പറഞ്ഞ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്നേ. ഓക്കെ, മത്തായി എഴുതിയ സുവിശേഷം എടുത്തോ നിങ്ങള്. മത്തായിലും അത് തന്നെ 1 അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ അല്ലേ? അതെ അതെ, വായിച്ചോ ഇത്തിരി ഒന്ന് വായിച്ചേ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസാക്ക്. അല്ല, ഇനി ഒത്തിരി വായിക്കണമെന്നില്ല. നമ്മൾ ആ ഫസ്റ്റ് ഭാഗം നമ്മൾ 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോ നമുക്കത് ആ ഗ്രന്ഥകർത്താവ് വളരെ കൃത്യമായിട്ട് അവിടെ വംശാവലി കൊണ്ടുവന്നിട്ടുണ്ട്. അത് എങ്ങനെ കൊണ്ടുവന്നേ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ വംശാവലി. മനസ്സിലായോ? വളരെ ഷോർട്ടായിട്ടാണ് ആ വംശാവലിയോട് കൊടുത്തിരിക്കുന്നത്. ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മള് പഞ്ചഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ആരും ശ്രദ്ധിച്ചിട്ടില്ലേ? നോഹയുടെ പുത്രന്മാരുടെ കാര്യങ്ങളൊക്കെ പറയണതല്ലേ? നോഹയുടെ പുത്രന്മാരുടെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ഹിസ്റ്ററി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയുള്ള പഠനങ്ങൾക്കും നമുക്ക് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിലെ പല ഭാഗങ്ങളും നമുക്ക് ആവശ്യം വരും. ഈ പറഞ്ഞ 1 മുതൽ 9 വരെയുള്ള ചാപ്റ്ററിലെ പല ഭാഗങ്ങളും നമുക്ക് ആവശ്യം വരും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാലിക പ്രസക്തിയുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അത് പറഞ്ഞ പോലെ ബോറടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ആ ബോറടി മാറ്റാൻ വേണ്ടിയാണ് ഞാനിവിടെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാനിവിടെ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത്. അതിലൊരു ഭാഗം കൂടെ ഞാൻ നിങ്ങളെ വായിപ്പിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം മുതൽ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം. യോശിയാവ് യൊക്കന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസ കാലത്ത് ജനിപ്പിച്ചു. അപ്പൊ നോക്കുക, ബാബേൽ പ്രവാസത്തെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ ബാബേൽ പ്രവാസം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വംശാവലി അങ്ങനെ വന്നു എന്ന് നമുക്ക് അതിനകത്ത് കയറുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ വംശാവലി നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ ഒരു ഭാഗം വായിപ്പിക്കണേ. 12 മുതൽ വായിക്കാം. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യെഖൊന്യാവ് ശെയൽതീയേലിനെ ജനിപ്പിച്ചു. ശെയൽതീയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസോരിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു. എലീഹൂദ് എലിയാസാരെ ജനിപ്പിച്ചു. എലിയാസാർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസെഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. അപ്പൊ യേശുവിന്റെ വംശാവലിയെ കുറിച്ച് അവിടെ ഈ മത്തായി എഴുതിയ മത്തായി സുവിശേഷകൻ വളരെ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവരുന്ന ആ സംഭവം അത് വെറുതെ എഴുതി വെച്ചതല്ല. അതിന്റെ ആധികാരികത വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അതവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ അടുത്ത വാക്യം കൂടെ നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അവിടെ അടുക്കും ചുറ്റും കുറച്ചുകൂടെ അടുക്കായിട്ട് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. വളരെ ഷോർട്ടായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. ആ വംശാവലിയുടെ കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കത് മാറ്റിവെക്കാം. ബാബേൽ എന്തുകൊണ്ട് വംശാവലികളെ കുറിച്ച് ബൈബിളിനകത്ത് പറയുന്നു? ഒരു ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധ്യമല്ല. ബൈബിൾ ഒഴികെ മറ്റു ഗ്രന്ഥങ്ങളിൽ ഒന്നും നിങ്ങൾ ഏത് ഗ്രന്ഥമാണെങ്കിൽ പരിശോധിച്ചോ, ഇങ്ങനെയുള്ള വംശാവലികൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച്, അഥവാ ഈ വംശാവലി ചെന്നെത്തുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വംശാവലി നേരെ ചെന്നെത്തുന്ന ആദാമിലേക്കാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആദാം എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യനിലേക്കാണ് ഈ വംശാവലി ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ആ വംശാവലിയുടെ പ്രത്യേകതയും അതിന്റെ സുരക്ഷിതത്വവും നമ്മൾ മനസ്സിലാക്കി ബൈബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. ഈ ദൈവത്തെ കുറിച്ചുള്ള ഒരു വലിയ പരിജ്ഞാനം നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുൻപ് നിങ്ങളോട് പറഞ്ഞതുപോലെ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് പറയുന്നത് പോലെ, അത് ചെറിയ കുട്ടികൾക്കുള്ള ഭാഗമല്ല. യഹോവ ഭക്തി
അതായത് ദൈവത്തോടുള്ള ഭക്തി അത് ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുന്നതോടുകൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പൊ നമ്മുടെ ടൈം ഒത്തിരി നമുക്ക് കടന്നു പോയതുകൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിലെ ബാക്കി വെച്ച കാര്യങ്ങളെ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 1, 2 ദിനവൃത്താന്തം, യസ്ര, നെഹമ്യാവ്, എസ്തേർ, ഇനി 5 പുസ്തകങ്ങൾ കൂടെ ഞാൻ കഴിയുന്നത് അടുത്തൊരു ക്ലാസ്സിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തിരി ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളത് എന്താ പറയാ വേറൊരു തരത്തിലെടുക്കാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം കൂടെ പരിഗണിക്കുക.